ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരുടെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയുണ്ടല്ലോ, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് നമ്മളൊരു 1/4 കപ്പ് ചോറ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിന് അങ്ങനെ കറക്റ്റ് കണക്കൊന്നുമില്ല, കുറച്ചൊന്ന് ഒഴിച്ച് നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ അരയ്ക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ചോറൊക്കെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റാണ് പരുവം. നിങ്ങൾക്ക് ഒരുപാട് ടൈറ്റാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം. പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു തവി മാവ് ഒഴിച്ചാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഹോൾസൊക്കെ വരുന്ന കാണാം. നമ്മൾ ഇതിനകത്തോട്ട് ഈസ്റ്റോ അപ്പക്കാരോ ഒന്നും ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല ഹോൾസൊക്കെ ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതൊരു 1 മിനിറ്റ് കഴിയുമ്പോൾ അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് നമ്മൾ 10-30 സെക്കൻഡ് വെച്ചാൽ മതി. കാരണം പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്താലും ഒത്തിരി നേരം വെക്കേണ്ട ആവശ്യമില്ല, വേഗം തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെടുത്ത് മാറ്റാം. നമുക്കിത് കറിയില്ലാതെ ചൂടോടെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. ചോറും തേങ്ങയും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ധ്യാൻസ് kannur കിച്ചൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കിട്ടുന്ന റെസിപ്പീസ് എന്നും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.